ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു സീക്കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ്റെ ബോൺസ് എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ ബോൺസിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് ചിക്കൻ്റെ ബോൺസും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സബോളയും കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്തിടാം സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യാൻ പോകണം. നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കണം. ഒരു 3-4 വിസിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഈ ചിക്കൻ്റെ അകത്തു നിന്നുള്ള മല്ലിയുടെ അതിൻ്റെ ആ ഫ്ലേവേഴ്സും മൊത്തം ഈ സ്റ്റോക്ക് വാട്ടറിലോട്ട് വരും. അത് വെച്ചാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വാട്ടറിന് വേണ്ടി കുക്കർ കൊണ്ട് വെക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതി, ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആകാൻ വേണ്ടി സ്റ്റോക്കിന് ചിക്കൻ ഇത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയത്താണ് ഇത് സ്റ്റോക്ക് ആകുമ്പോഴത്തേക്ക് 2-3 മിനിറ്റ് നമുക്ക് വിസിലടിച്ചിരിക്കണം. ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ സീക്കോൺ എടുക്കാം. ഇതിപ്പം ഒരു സീക്കോൺ ഇത് മേടിച്ചത് ഞാൻ ആവി വെച്ച് ബോയിൽ ചെയ്തെടുത്ത സാധനങ്ങളത്. ഇത് നമുക്ക് അടർത്തി എടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കണം. പിന്നെ ബേക്കറി നമുക്ക് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടിന്നിൽ ഇത് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഏർന്നായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതുപോലെ കോൺ മേടിച്ച് ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ മൊത്തം അടർത്തി എടുക്കണം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പിനുള്ള സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബോയിൽ ചെയ്തു. നമ്മൾ ആദ്യം ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കും വെള്ളം. നമ്മളിത് യൂസ് ചെയ്യുന്ന സെല്ലറി ലീവ്സ് ഇലകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് നമുക്ക് കടകളിൽ അതിപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളിത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അതുകൊണ്ട് ശകലം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സ്ട്രെയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ സ്റ്റോക്കിലോട്ട് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ, ഈ കോണെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടുകോണാണ്, അല്ലാതെ വിളഞ്ഞ കോണല്ല. നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ മേടിക്കുക, എന്നിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ആവിക്ക് വെച്ച് നമ്മുടെ അപ്പച്ചമ്മിൻ്റെ അകത്തൊക്കെ ആവിക്ക് വെച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. പെർഫെക്റ്റാണ്, നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കും. അപ്പോൾ നമ്മളിത് ബോയിൽ ചെയ്യാൻ പോകണം. ഇത് നല്ലപോലെ ഒന്ന് ബോയിലാണ്, തിളച്ച് ബോയിലാണ്. കോണിൻ്റെ ഇതിൻ്റെ ഇതൂടെ ഇതിലോട്ടൊന്ന് കറക്റ്റ് അതിൻ്റെ ആ ഫ്ലേവറിൻ്റെ അതോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. മണ്ണ് ഇതൊന്ന് ചതച്ചും വേണമെങ്കിലും ഇടാം പോണം. ഇപ്പോൾ എൻ്റെ കുറച്ച് സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ അത് ഒരുപാട് കോണുണ്ട്, അതുകൊണ്ട് ഞാൻ ചതയ്ക്കുന്നില്ല. കുറച്ച് ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ചതച്ചിടാം. കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് വീണ്ടും ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോയിൽ ചെയ്ത ചിക്കനിലെ മീറ്റ് നമ്മളിങ്ങനെ ഇളക്കിയിടും. ബോൺസ് വേണ്ട, നമ്മൾ ചെയ്യുന്ന ബോണിലെ മീറ്റുകൾ നമ്മളിങ്ങനെ ഇളക്കിയിടും. ഇത് നമ്മൾ സൂപ്പിൻ്റെ തട്ട് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ചിക്കൻ നമ്മൾ അതിനകത്ത് നിന്ന് എടുത്ത മീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ നമ്മൾ ആ സ്റ്റോക്കിൽ കിടന്ന് വെന്ത ചിക്കനാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. മുട്ട ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം.
നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചില ഉപ്പ് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വെക്കുമ്പോഴേ വേണേൽ ഉപ്പിടാം. ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ തിളച്ചുകൊണ്ടിരിക്കണം. ഇതിലൂടെ നമ്മൾ ഇനി കോൺഫ്ലവർ കലക്കി ചേർത്ത് കൊടുക്കുക, ഇളക്കും. അപ്പം ഇത് നമ്മൾ നല്ലപോലെ തിക്കാവും. തിക്കാക്കാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യണം. തിക്കായിട്ടുണ്ട്. ശകലം കോൺഫ്ലവർ ചേർത്ത് ആ തിക്നെസ് നമുക്ക് ആവശ്യമുള്ള ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ സെലറി ഡ്രിങ്ക്സ് ഒക്കെ കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലാമർ കിട്ടും, ലുക്ക് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ചിക്കൻ സൂപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കണ്ടുമുട്ടാം.